എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബോക്സിൽ ഒരു 1/10 ഒരു വിൻറ്റേജ് വണ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് ഈ ഒരു ബോക്സിൽ എല്ലാം വെച്ചിട്ടുണ്ട്. ആകെയുള്ളൊരു ഇതിൽ നമ്മൾ വെക്കാത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചേസിസ് മാത്രമാണ് കേട്ടോ. പല ടൈപ്പ് ഹോബി ഗ്രേഡ് RC കാർസ് നമ്മുടെ ചാനലിൽ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കളക്ടേഴ്സ് ഐറ്റം ആണ് കേട്ടോ. കളക്ടേഴ്സ് ഐറ്റം എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2010 ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയതാണ് കേട്ടോ. നമ്മളിത് യൂസ്ഡ് വണ്ടിയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ മേടിച്ചപ്പോൾ വണ്ടിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് മേടിച്ചിട്ട് കംപ്ലീറ്റ് ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്ത് എന്തെങ്കിലും പാർട്സ് മിസ്സിങ്ങോ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ലക്ലി വണ്ടിക്ക് വേറെ ഡാമേജ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു. അത് നമ്മുടെ ബോഡി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ചേസും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആയിരുന്നു. ഇത് ഫുൾ അയച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബ്രഷ്ലെസ് ആണ് കേട്ടോ. ഈ വേർഷൻ വരുന്ന ബ്രഷ്ലെസ് ആണ്. 4000 kVയുടെ മോട്ടറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആ മോട്ടർ വരെ ബ്രഷ്ലെസ് മോട്ടർ വരെ നമ്മൾ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ടയർ വരുന്നത്. ടയറിൻ്റെ ഒക്കെ ക്വാളിറ്റി നിങ്ങൾ നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് അത്യാവശ്യം നല്ല രീതിക്ക് റെഫ്യൂസ് ചെയ്ത വണ്ടിയാണ്. എന്നാൽ പോലും ആ ഒരു ടൈമിൽ നമ്മൾ വിൻറ്റേജ് വണ്ടികൾക്ക് പറയുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റി വണ്ടിക്കുണ്ട്. ഇതിന് ടയറും അലോയൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, ഈ ഒരു പോർഷനൊക്കെ വരുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ ഇതിനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് നല്ല പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ വണ്ടികൾക്കുള്ള പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ഒന്നും അല്ല. എന്നാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചേസസ് ഒക്കെ ആണ് കേട്ടോ വരുന്നത്. ഇതെന്തോ ഇത് മെറ്റൽ അല്ല, എന്തോ ഒരു കോമ്പൗണ്ട് ആണ് വരുന്നത്. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി 2 വീൽ ഡ്രൈവ് ആണ്, റെയർ വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡ്രിഫ്റ്റ് ഒക്കെ അടിക്കാൻ പറ്റും. ഇതിന് ടോപ്പ് സ്പീഡ് വരുന്നത് ഏകദേശം 90 km/h ആണ്. 1/10 സ്കെയിലാണ് വണ്ടി. അപ്പോൾ ഇനി അയച്ച പാർട്സ് ഒക്കെ നിങ്ങളെ പെട്ടെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം തന്നെ അസംബിൾ ചെയ്തിട്ട് നമുക്ക് ഇവനെ കൊണ്ട് ഫുൾ ഇവന്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ഒരു ബോക്സ് ഞാൻ നിങ്ങളെ കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു വലിപ്പം മനസ്സിലായി കാണത്തില്ല. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബോഡി വരുന്നത്. ഇതുണ്ടല്ലോ, HPI എന്നാണ് ബ്രാൻഡിന്റെ പേര്. HPI ബ്ലിറ്റ്സ് ഫ്ലെക്സ് എന്നാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ മോഡലിന്റെ പേര്. ബോഡി മാത്രം ചെറിയ ഡിഫറൻസ്. അതിൻ്റെ അടുത്ത മോഡലിൻ്റെ എന്തോ ഒരു ബോഡിയാണ് വന്നിരിക്കുന്നത്. ബോഡിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫുൾ പാർട്സ്. നമ്മുടെ മെയിൻ ചേസ്, ഇതിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടിലെ പോർഷൻ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് അയച്ചിട്ടില്ല, കാരണം ഇതിനകത്ത് വേറെ മെക്കാനിക്കൽ സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ഇത്ര അയച്ചെടുത്തിട്ട് ഫുള്ള് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുത്തേക്കാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ ആ ഒരു പോർഷൻ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ സെർവോ മോട്ടർ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ESC വരുന്നതെല്ലാം വാട്ടർ പ്രൂഫ് ആണ്. സെപ്പറേറ്റ് സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിൽ പ്ലഗ് വരുന്നത് ഈ ഒരു T പ്ലഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി 3S സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ മോട്ടറാണ്. മോട്ടർ നമ്മൾ കംപ്ലീറ്റ് അഴിച്ചു പറിച്ച് വെച്ചേക്കുവാണ്. പിന്നെ നമ്മുടെ ടയേഴ്സ് എല്ലാം നല്ല രസമാണ് കേട്ടോ. നല്ല ഷേപ്പുള്ള ടയറാണ്. അത്ര സോഫ്റ്റ് ഒന്നും അല്ല, കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് അത്രയും സോഫ്റ്റ്നെസിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ സസ്പെൻഷൻ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൂടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ ബോക്സ്, മെയിൻ ഗിയർ ബോക്സ് ഇതാണ് കേട്ടോ. ഇതുണ്ടല്ലോ, ഇത്രയും 12 വർഷമായിട്ടും ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം എല്ലാം നല്ല സ്മൂത്താണ്. ഇതുണ്ടല്ലോ, അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ഇത് ഫിക്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ടാസ്ക് ആണ്. കാരണം അയച്ച പോലെ തന്നെ സ്ക്രൂസ് എല്ലാം നമ്മൾ ഓരോ ബോക്സിനകത്ത് എല്ലാത്തിനും സെപ്പറേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. സസ്പെൻഷൻ്റെ ഒക്കെ വലിപ്പം നോക്കി അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഹെവി ലോഡ് എടുക്കാൻ പറ്റുന്ന ഓയിൽ ഫീൽഡ് സസ്പെൻഷൻ ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി അധികം സംസാരമൊന്നുമില്ല, വണ്ടി നേരെ അസംബിൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ ഓടിച്ച് നോക്കാൻ പോകുന്നു. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ ഒരു സ്കെയിലിൽ ഇത്ര സ്പീഡിൽ പോകുന്ന വണ്ടി ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതിനെ നമ്മുടെ ഗ്യാരേജ് തന്നെ കളക്ട് ചെയ്ത് നോക്കും. ഇതിനെ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, കാരണം ഇതൊരു വിൻറ്റേജ് വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
നമ്മുടെ വണ്ടിയുടെ മെയിൻ പാർട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മോട്ടറും ഗിയർ ബോക്സും കാര്യങ്ങളെല്ലാം ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, കാരണം 2 വീൽ ഡ്രൈവ് ആണല്ലോ, ബാക്കിൽ മാത്രമേ ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഫുൾ ലുക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും കമന്റോട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ബാക്കിയോടെ ഫിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് വരുവാണ്. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് കേട്ടോ, ഇതിൻ്റെ വാഷേഴ്സ്, എസ്പെഷ്യലി വാഷേഴ്സ്, അതുപോലെ സ്ക്രൂസ് ഒക്കെ നമുക്ക് ഇടയ്ക്ക് മിസ്സാവും. എൻ്റെ ടേബിൾ കിടക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഫുള്ള് കൊളായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇത്തവണ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടല്ലോ, കുഞ്ഞൻ സ്ക്രൂസ്. നമുക്ക് വേണ്ട എല്ലാ സൈസ് സ്ക്രൂസും നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒള്ളി സ്ക്രൂസ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. ഇതിനകത്ത് ഫുള്ള് പല സൈസ് സ്ക്രൂസ് ആണ്, എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട സ്ക്രൂസ് ഒക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോഡിയും കൂടെ ഫിറ്റ് ചെയ്താൽ മതി. അത് സത്യം പറഞ്ഞാൽ ഈസിയാണ് കേട്ടോ. അതിന് ഞാൻ നിങ്ങളെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇതിലിട്ടിരിക്കുന്ന 2S ബാറ്ററിയാണ്. 2S ബാറ്ററിയിലെ ഫുൾ സ്പീഡ് നിങ്ങളൊന്ന് കണ്ടു നോക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് പിടിക്കുവാണ്, കാരണം വണ്ടിക്ക് അത്യാവശ്യം ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നുണ്ട്, കുറച്ച് വൈബ്രേഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കാൻ പോവാണ്. ടയർ നോട്ട് ചെയ്തോ. 2S ബാറ്ററിയിൽ ടയർ അത്യാവശ്യം ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ട് ബഡ്ജ് ചെയ്ത് വരുന്നുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ, അതാണ് 2Sലെ സ്പീഡ് വരുന്നത്. നോർമലി നമ്മുടെ എല്ലാ വണ്ടികൾക്കും നമ്മൾ ഉപയോഗിക്കുന്നത് 3S ബാറ്ററി ആണ് കേട്ടോ. 3S ബാറ്ററി ഞാൻ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 3S ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി ഓണാക്കുന്നു. ഇതൊരു ബ്രാൻഡ് ന്യൂ വണ്ടി അല്ലാത്തതുകൊണ്ട് തന്നെ ടയറിൻ്റെ ഈ കുറച്ച് ഗ്ലൂ ഒക്കെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വേണേലും സംഭവിക്കാം. ഫുൾ ത്രോട്ടിൽ കൊടുക്കാൻ പോവാണേ. കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡിലേക്ക് കൊടുത്തുള്ളൂ. അത് നമ്മൾ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീൽ ഊരിപ്പോവും. ഒരു പ്രാവശ്യം എൻ്റെ ഊരിപ്പോയായിരുന്നു കേട്ടോ. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഇത് നമ്മൾ ഓടിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ഇത്രയും പ്രശ്നം വരത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സൈഡിലെ വീലിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, ഇത് ശരിക്കും നമ്മുടെ റിമ്മേന്ന് ഊരിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കയറ്റിയിടാൻ പറ്റും, കാരണം ടയറിന് വലിയ ഡാമേജ് ഒന്നുമില്ല. ഈ ഗ്ലൂ വിട്ടുപോയതാണ് പ്രശ്നം. അത് ഒട്ടിക്കാനുള്ള ഗ്ലൂ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മുടെ ബോഡിയും കൂടെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കംപ്ലീറ്റ് ആവും. അത്യാവശ്യം നല്ല സമയം എടുത്തു, കാരണം ഇത് പല സ്റ്റെപ്പ് വരുമ്പോഴും എനിക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ഓർമ്മയില്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ പേരെയൊക്കെ വിളിച്ചിട്ട് ഹെൽപ്പൊക്കെ എടുത്തിട്ടാണ് ഈ സംഭവം സെറ്റ് ചെയ്ത്. ഏകദേശം 4 ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഇന്നാളൊരു പ്രാവശ്യം വന്നൊരു മെസ്സേജാണ് കേട്ടോ. ചേട്ടൻ എല്ലാ വീഡിയോസിനകത്തും പറയുന്നുണ്ട് ഒരുപാട് സമയം എടുത്താണ് വീഡിയോസ് ചെയ്യുന്നത്, ഒരുപാട് ദിവസങ്ങളെടുത്ത്. പക്ഷേ മിക്ക വീഡിയോസിനകത്തും ഇടുന്ന ഒരേ ഡ്രസ്സ് തന്നെയാണല്ലോ എന്ന്.
അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം ഒരു ഷോട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കിന് വേറെ ഡ്രസ്സ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഡ്രസ്സ് ഇവിടെ തന്നെ ഓരോ വർക്ക് കഴിഞ്ഞിട്ടും ഇവിടെ തന്നെ ഊരിയിട്ടിട്ടാണ് അടുത്ത ദിവസം കണ്ടിന്യൂ കേട്ടോ. അപ്പോൾ അതാണ് അതിനുള്ള ആൻസർ. അപ്പോൾ ഇനി ബോഡിയും കൂടെ മൗണ്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബോഡി നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല നീറ്റാണ്. കാരണം ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടിക്ക് ഇത്രയും നീറ്റായിട്ടുള്ളൊരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ റെയർ ആയിട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. എന്താണെങ്കിലും ഇതിനു മുമ്പ് വണ്ടി കീപ്പ് ചെയ്തവരൊക്കെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടാണ് വണ്ടി കീപ്പ് ചെയ്തിരിക്കുന്നത്. മുമ്പിലെ ഈ ഒരു കുറച്ച് സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഇതിനു മുമ്പത്തെ ഈ വണ്ടിയുടെ ഓണേഴ്സിനൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ബോഡി മൗണ്ട് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. പിന്നേൽ തന്നെയാണ് കേട്ടോ, പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വണ്ടിയുടെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കാൻ പോകുന്നത്. കാരണം അത്യാവശ്യം സ്പീഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ വേറെ ആരെയും വണ്ടി നമ്മൾ ഇതിങ്ങനെ ഓടിച്ച് നോക്കിയിട്ടില്ല. എവിടെയെങ്കിലും പോയി ക്രാഷ് ആയി കഴിഞ്ഞാൽ നല്ല പണിയാകും, വണ്ടി മൊത്തം തകർന്നു പോകും. ഇനിയിപ്പോൾ ഇവനെ നമ്മൾ ഓടിച്ച് നോക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ. കാരണം വണ്ടിക്ക് അത്യാവശ്യം സ്പീഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നല്ല ഏരിയ വേണമായിരുന്നു. ഇതാണ് വണ്ടിയുടെ ഫുൾ വലിപ്പം വരുന്നത്. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, എന്നാലും 14 വർഷം 15 വർഷം മുമ്പത്തെ ഒരു ബിൽഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇതിനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത്ര നാളെ വണ്ടി ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ പ്ലാസ്റ്റിക് കമ്പോണൻസ് ഒക്കെയാണ് വരുന്നത്. ഒന്നിനും ഒരു സീനും ഇല്ല. ഈവൻ ടയേഴ്സ് പോലും നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്യുന്ന പുത്തൻ ലുക്കായിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം തേഞ്ഞിട്ടൊന്നുമില്ല, നല്ല കട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇട്ട് നോക്കുന്നത് ടൂവേഴ്സ് ആണ് കേട്ടോ. റിമോട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വില്ലീസിന് വെച്ചേക്കുന്നത് റേഡിയോ ലിങ്കിൻ്റെ തന്നെയാണ്. ഇതിന് നമുക്ക് എക്സ്ട്രാ ഒരു 30 degrees വരെ കൺട്രോൾ ചെയ്ത് 30 വണ്ടി നമുക്ക് ഒരേ സമയത്തല്ല ഓരോ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് റിമോട്ട് ഓൺ ആക്കുന്നു. റിമോട്ട് ഓക്കെ, വണ്ടി ഓൺ ആക്കിയിട്ടില്ല. ഇന്ന് പിടിച്ചടാ. സെവിച്ചനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. രാവിലെ സെവിച്ചനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അതിൽ വേറെ സംഭവമുണ്ട്. ഈ വണ്ടിക്ക് മറ്റേ ബ്രേക്കിംഗ് സിസ്റ്റം ഒന്നുമില്ല, ഡ്രാഗ് ബ്രേക്ക് ഒന്നുമില്ല. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ വണ്ടി നേരെ അങ്ങ് പോകും. നമ്മളത് തിരിച്ച് റിവേഴ്സ് ഇട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തണം. സസ്പെൻഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഓയിൽ ഫീൽഡ് സസ്പെൻഷൻ ആട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സസ്പെൻഷൻ. ഇതുണ്ടല്ലോ, വണ്ടി അത്യാവശ്യം മണ്ണിലും കല്ലിൽ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറത്താൻ പറ്റും. പക്ഷേ ഇതൊരു വിൻറ്റേജ് വണ്ടി ആയതുകൊണ്ട് നമ്മൾ അത്ര എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നില്ല. കാരണം എന്തെങ്കിലും പാർട്ട് മിസ്സിങ് ആയി കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ പാർട്സ് നോക്കിയായിരുന്നു. വളരെ കുറച്ച് സാധനങ്ങളെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി ഓൺ ആയിട്ടുണ്ട്, ഒന്ന് ഓടിച്ച് നോക്കാം. ഇതുണ്ട്, ഉന്തി വിട്ടാങ്ങ് പോകും. ബ്രേക്കൊന്നുമില്ല അതേ. അതുപോലെ തന്നെ ഒരു സംഭവം ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ശരിക്കും നമ്മൾ ത്രോട്ടിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ഫുൾ പവർ കൊടുക്കാൻ പറ്റും. ഞാനത് കുറച്ചിട്ടേക്കുവാണ്. നമ്മുടെ റിമോട്ടെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ഡിലേ ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 years ഇടുന്ന സമയത്ത് നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഗിയേഴ്സ് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടി സ്പെഷ്യൽ വണ്ടി ആയതുകൊണ്ട് മാത്രം നമ്മളത് ചെയ്യുന്നില്ല. കുറച്ച് ഡിലേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ത്രോട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് പോയി ആ ഒരു ഡിലേ വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അധികം സംസാരമൊന്നുമില്ല, ചുമ്മാ പറപ്പിച്ച് നോക്കാവേ. അയ്യോ, റെക്കോർഡിങ് ആയിരുന്നു. ഞാൻ ചുമ്മാ ട്രയൽ അടിക്കട്ടെ എന്ന് ചോദിച്ചോട് പറഞ്ഞാണ്. പക്ഷെ വണ്ടി ഇത് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഓടിക്കാൻ പഠിക്കണം കേട്ടോ. 2 wheel ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, വണ്ടി ചുമ്മാ ഡ്രിഫ്റ്റ് ആയി പോവാണ്. അത് ഓടിക്കാൻ കുറച്ച് പഠിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് അങ്ങ് വരെ സ്ട്രെയിറ്റ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുൾ ത്രോട്ടിലൊന്ന് കൊടുത്തു നോക്കാം കേട്ടോ. നേരെ അവിടെ ഇടിച്ചില്ല, നേരെ താഴോട്ട് ഫുൾ ത്രോട്ടിലല്ല ഇതിപ്പോൾ. ഞാൻ ഒരു പകുതി ത്രോട്ടിലേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രൈവിങ്? എങ്ങനെയുണ്ട്? ഓടിച്ച് നോക്കുന്നു, ഒരു റൗണ്ട് ഓടിച്ച് നോക്കാം. എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിലെ സെർവോ ഇടയ്ക്കിടയ്ക്ക് തന്നെ തിരിയുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ടെക്നിക്കൽ സാധനം നമുക്കത് ഓടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. മുമ്പിലോട്ടില്ല കേട്ടോ. ഒയ്യോ, നമ്മുടെ ഫസ്റ്റ് മാർച്ചിൽ നമ്മൾ വണ്ടി എടുത്തിട്ട് എന്നാലും വലിയ സീനൊന്നുമില്ല. കാരണം നമ്മൾ അവിടെ ചെറുതായിട്ട് സ്പീഡ് കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ല രീതിക്കുള്ള സ്ക്രാച്ച് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ഓടിക്കാൻ അറിയാൻ മേലാത്തതിൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ കണ്ടത്. 2 years ആയിരുന്നു കേട്ടോ നമ്മൾ ഇട്ടായിരുന്നത്. 2000 mAh ഈ ഒരു ബാറ്ററി ആയിരുന്നു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. 3 years ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. വണ്ടി ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഏറ്റവും പവർ ഇപ്പോൾ നമുക്കറിയാം. നമ്മൾ റൂമിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത പോലെ ആണെങ്കിൽ ടയറൊക്കെ ചിലപ്പോൾ ഊരിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓട്ടെ. ഉയ്യോ, ക്യാമറ വന്ന് അടിച്ചല്ലേ കല്ല്.
അയ്യോ പവർ രക്ഷയില്ല കേട്ടോ. നമുക്ക് ശരിക്കും ഡിഫറൻസ് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. ഇച്ചിരി ബാക്ക് വിട്ട് വരാം നോക്കിക്കോണേ. അയ്യോ ഫ്രണ്ട് പൊങ്ങി ബാക്ക് വന്ന് ഒരഞ്ഞ് ബാക്കിൽ ഒരു പീസൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കി ജസ്റ്റ് ആ ഒരു 20% ത്രോട്ടിൽ കൊടുത്തുള്ളൂ. അന്നേരത്തേക്ക് നമ്മൾ ടയറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഇത് നോക്കി ഇപ്പുറത്ത് ഊരിയോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഞാൻ പറയുന്നില്ല. ഇനി ഇതിനെ നമ്മൾ ഇത്ര റഫായിട്ട് ഓടിക്കത്തില്ല. ഇതിനെ നമ്മളൊരു കളക്ടേഴ്സ് ആയിട്ട് എടുത്ത് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഫ്രണ്ടിൽ ശരിക്കും ലുക്ക് ഇതല്ല കേട്ടോ വരുന്നത്. ഇവിടെ ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ളൊരു ബമ്പറും അതുപോലെ തന്നെ പുറകിലും ഒരു ബമ്പർ വരുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടിയപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ഫ്രാൻസിൽ ഒരു വെബ്സൈറ്റിൽ അത് കിടപ്പുണ്ട്. പക്ഷേ അവർക്ക് ഇങ്ങോട്ട് ഷിപ്പിംഗ് ഇല്ല. അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിച്ചുകൊണ്ട് ആരുടെയെങ്കിലും കൊടുത്തു വിടാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇമെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്